കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു വാർത്തയാണ് റഷ്യ ഇന്ത്യയെ ചതിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഇത് ആഘോഷമാക്കിയാണ് പലരും ഇത് ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. റഷ്യ ഇപ്പോൾ ഒരു ഫ്രണ്ട് പോയി, ഇനി അടുത്ത ഫ്രണ്ടും പോയി എന്നൊക്കെ പറഞ്ഞ് മോദിയുടെ ഗുണം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്. സുഡാപ്പികളൊക്കെയാണ് ഇത് ആഘോഷിക്കുന്നത്, മറ്റാർക്കും ഇത് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ റഷ്യ ഇന്ത്യ ചതിച്ചു എന്ന് തന്നെയാണ് പല വാർത്തകളും പറയുന്നത്. അപ്പോൾ ഈ സത്യം എന്താ പറയുള്ളൂ, സത്യം ചെരുപ്പിട്ടിറങ്ങുമ്പോൾ നുണ ലോകം ചുറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ഇത് ഇത്രയും സിംപ്ലിഫൈ ആയിട്ടല്ല ഇതിനെ പറയേണ്ടത് എന്ന് പറയുന്നു. ഇതിൽ മറ്റ് ചില കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് എന്താണ്? അതായത് റഷ്യ ഇന്ത്യയെ ചതിച്ചു എന്ന് പറയുമ്പോൾ ഒരു ആത്മസന്തോഷമൊക്കെ കിട്ടുന്ന ആളുകൾ കുറച്ച് അധികം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അതും കൂടെ സംഭവിച്ചാൽ ഇവർക്ക് ഇവിടെ ഇരുന്ന് കൈയൊട്ടിച്ചിരിക്കാൻ പറ്റില്ല. കുരങ്ങൻ കൈയൊട്ടിച്ചിരിക്കുന്ന പോലെ ചിരിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാന് ഈ പറയുന്ന JF-17 ആ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടോ, അതിന് എൻജിൻ വേണം. ഈ എൻജിൻ കൊടുക്കുന്നത് ആരാണ്? റഷ്യയാണ്. അപ്പോൾ ഇത് ഞാൻ വാർത്തകൾ നോക്കുമ്പോൾ ഇത് പണ്ടെങ്ങാണ്ടുള്ള ഒരു ഉടമ്പടിയാണ് എന്നുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു. പിന്നെ അത് ഇവർ പറയുന്നത്, റഷ്യ തന്നെ പറയുന്നത്, ഞങ്ങളത് കൊടുക്കുന്നില്ല. കാരണം പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. പല പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും കരാറുകളും വരാൻ പോവുകയാണ്. ഞങ്ങളും അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും വേണ്ട ഒരു സുഹൃത്ത് തന്നെയാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ്യ പൂർണ്ണമായിട്ടും അതിനെ തള്ളിക്കളയുകയാണ്. അപ്പോഴാണ് ഇവിടെ നിന്ന് ചില കോൺഗ്രസ് നേതാക്കളൊക്കെ വന്നിട്ട് പറയുന്നത്, റഷ്യ ഇന്ത്യയെ ചതിച്ചിട്ടുണ്ട്, ഇതിന് ഉത്തരം മോദി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. മോദി പറയേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള മറുപടിയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ളത്.